ഹാൻഡ് ഫീഡ് ഒക്കെ എനിക്ക് പോവാറുണ്ട്. ഞാൻ പിന്നെ ഗ്രൂപ്പ് ബീട്രൂട്ടിന്റെ ആണ് മുഖത്തൊക്കെ കാണുന്നത്, ഫുള്ള് മുഖത്തൊക്കെ വാരി പൂശിയിട്ട് ഉണ്ട് പേര് കേട്ടോ. കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയൂല, ഏകദേശം ചിലപ്പോ കൈ ബാക്കി ഉണ്ടാവില്ല, ആ രീതിയിലുള്ളവരാണ്. പിന്നെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബേഡ്സിക്ക്. എന്റെ പേര് വിശാഖ. അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല കേട്ടോ, നമുക്ക് കുറച്ച് ചിക്സുകൾ വിരിഞ്ഞിറങ്ങിയവരെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമ്മൾ പെറ്റിങ് ചെയ്യുന്ന എല്ലാവരും ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആണ് ചിക്സുകൾ വിരിഞ്ഞിറങ്ങിയാൽ എന്നുള്ളത്. അത് നമുക്ക് കിട്ടുന്ന ഒരു വൈബ്. ഞാൻ തുടക്കം തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഓരോ ചിക്സുകളും വിരിഞ്ഞിറങ്ങുമ്പോഴുള്ള ഫീലിംഗ് വേറെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മൾ ഇത്തരം വീഡിയോസ് നമ്മുടെ ചാനൽ മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൻ എവിടെ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക്. ഇതിൽ ഫസ്റ്റ് വലിയ പേരൊന്നല്ല കേട്ടോ, ഒരു ചെറിയൊരു പേരാണ്. നമ്മളതില് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ലവ് ബേഡ്സിനും ചെയ്യുന്നുണ്ടെന്ന്, അതില് ഒരാളാട്ടോ. നമുക്ക് ലവ് ബേഡ്സിന് വിരിഞ്ഞിറങ്ങുന്നുണ്ടെന്ന് കൊണ്ടാവും. ഇപ്പൊ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ള ആള്, അപ്പത്തേക്കും ആളെ മദർ പാരന്റ് എഗ് ചെയ്തു, രണ്ടാമത് എഗ് ചെയ്ത് ആളൊന്നും ഇപ്പൊ നെസ്റ്റ് ഔട്ട് ആയിട്ടേ ഉള്ളൂ കേട്ടോ. നെസ്റ്റ് ഔട്ട് ഇന്നായതല്ല, ഏകദേശം 2-3 ദിവസമായിട്ടുള്ളൂ. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിച്ചതിനൊക്കെ ആ ഗ്രോത്ത് ഉണ്ട് ആൾക്ക്. നല്ല ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. ഇത് ബീട്രൂട്ട് അടിച്ചാട്ടോ, ബീട്രൂട്ടിന്റെ ആണ് മുഖത്തൊക്കെ കാണുന്നത്, ഫുള്ള് മുഖത്തൊക്കെ വാരി പൂശിയിട്ട്. നല്ല വെളുപ്പായോണ്ട് ആളെ ശരിക്കും നമുക്ക് ബീട്രൂട്ട് നല്ല വൃത്തികേടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തിട്ട് വെളുപ്പോ ഫുഡ് എടുക്കാൻ തുടങ്ങി, ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള ആള്. അപ്പോഴത്തേക്ക് ആളെ പേരന്റ് എഗ് ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം വിരിഞ്ഞത് കേട്ടോ. വിരിഞ്ഞിറങ്ങി കുറച്ച് പേരുണ്ട്, നമ്മളെ ഓരൊക്കെ ഞാൻ കാണിച്ചു തരാന്. ഇന്നിപ്പോ ഞാൻ അവിടെ മെയിൻ 2 പേരെ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇതാണ്ടോ, ഇതാണ് ഇത് സൈലന്റ് ആയത് എല്ലാവരും. ഫസ്റ്റ് താഴെ കേട്ടോ അത്. അപ്പൊ ആളെ നമുക്ക് തിരിച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ ആളെ കാണിച്ചു തരാം, വരും. അപ്പൊ ഞാൻ അടുത്ത ആളെ കാണിച്ചു തരാം. അടുത്തത് നമ്മളെ കോക്കറ്റൈൽസ് ആട്ടോ. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, വിരിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ്ടോ, ഇതാണ് നമ്മളെ ചിക്സ് കേട്ടോ. ഒരാള് പേള്, പിന്നെ ഒരാള് ആൽബിനോ കേട്ടോ. 2 പേര് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള മക്കളാണ് രണ്ടാളും. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്വാളിറ്റി നല്ല ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ രണ്ടാൾക്കും. ഇവരെ ഇതിന് 2-3 വട്ടം മുമ്പ് വിരിഞ്ഞ, ഈ പേരന്റിന്റെ മുമ്പ് വിരിഞ്ഞ ചിക്സുകൾ ഉണ്ടായിരുന്നു. ഒരു ഒറ്റ ഗ്രോത്ത് ഔട്ട് ആയിരുന്നു. ബിക്കോസ് എന്താ വെച്ചാൽ ഞാന് ഇവര് അടുപ്പിച്ച് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ചിക്സുകൾ ഇറങ്ങുമ്പോഴേക്ക് അടുത്ത് എഗ് ചെയ്യാം, അങ്ങനെ ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മള് കഴിഞ്ഞ വട്ടം എടുത്ത് ഒരു ഡിവാമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് 2-3 മാസം, 2 മാസത്തെ മേലെ ഞാൻ ഫ്രീ കൊടുത്തിട്ടാട്ടോ ഇതിപ്പോ ഇറങ്ങിയത്. സോ അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി കാണിക്കുന്നത് കേട്ടോ. നല്ല ഫുഡ് ഫീഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 പേര് കേട്ടോ. കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയൂല, ഏകദേശം കണ്ടോ, കണ്ടോ 2 നല്ല ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫീഡ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രോത്ത്. ഒരാള് റെഡ് ഐ ആട്ടോ, ആൽബിനോ. ഇനോ ഐറ്റംസ് തന്നെയാണ്, റെഡ് ഐ ആണ് കേട്ടോ. അപ്പൊ ഇവരാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. നിലവിൽ നമുക്ക് മുട്ടടക്കുന്ന ഒരുപാട് പേരുണ്ട്, ഓരൊക്കെ ഞാൻ വരും വീഡിയോസിൽ കാണിച്ചു തരാം. സോ ഈ ഒരു 2 പേരെ കാണിക്കാനുള്ള വീഡിയോ കേട്ടോ. അപ്പൊ ആൾക്കാരെ കണ്ടില്ല ഗൈസ്. അപ്പം ഇവരാണ് ഇപ്പൊ വിരിഞ്ഞിറങ്ങിയത്. പിന്നെ കുറച്ച് പേരുണ്ട്, അപ്പൊ ഞാൻ ഇവരെ ഒരെടുത്താൽ ചിലപ്പം ചിക്സിന് ചവിട്ടല് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഇഷ്യൂസ് എനിക്ക് വരും. സോ ഞാൻ അവരെ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം, നെക്സ്റ്റ് ഔട്ട് ആവുന്ന സമയത്ത് കാണിച്ചു തരാം. ഇവർ നമുക്ക് വലിയ അഗ്രസീവ് അല്ലാത്ത പേരൻസ് ആയതുകൊണ്ടാട്ടോ. മറ്റുള്ള ചില പേര് എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുട്ടികളെ നമ്മള് തൊട്ടാൽ ചിലപ്പോൾ കൈ ബാക്കി ഉണ്ടാവില്ല, ആ രീതിയിലുള്ളവരാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ചെല്ലുമ്പോൾ തന്നെ ചിക്സിനെ പിടിക്കുന്ന സമയത്ത് ഇവർ ചാടിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളെ ചവിട്ടും, ആ രീതിയിലൊക്കെ ആയപ്പോൾ നമുക്ക് റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. സോ നിലവിൽ ഇപ്പൊ ഇവരാണെങ്കിൽ ഇവര് ഞാൻ സെയിൽ ചെയ്യാറുണ്ടോ വെച്ചാല് ഹാൻഡ് ഫീഡ് ഒക്കെ എനിക്ക് പോവാറുണ്ട്. ഞാൻ പിന്നെ ഗ്രൂപ്പുകളിലാണ്, എനിക്ക് അത്യാവശ്യം ഗ്രൂപ്പുകൾ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലാണ് സെയിൽ ചെയ്യാറ്, അല്ലാതെ ഞാൻ സെയിൽ ചെയ്യാറില്ല. ഇപ്പൊ ഇവര് എനിക്ക് ഏകദേശം എന്താ പറയാ ബുക്ക്ഡ് ആയവരാണ്, ഇവരും സെയിൽ ആയതാട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.